ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ബ്രസീൽ അവരുടെ ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നോർവേയോട് പരാജയപ്പെട്ടുകൊണ്ട് അവർ വേൾഡ് കപ്പിൽ നിന്നും നേരത്തെ പുറത്തായി. അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ CBFനും ബ്രസീലിയൻ താരങ്ങൾക്കും പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്കുമൊക്കെ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഇതേക്കുറിച്ച് പെപ് ഗാർഡിയോള ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് എന്താണ് ബ്രസീലിയൻ താരങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് എന്ന ചോദ്യം ഇപ്പോൾ പെപ്പിനോട് ചോദിക്കപ്പെട്ടിരുന്നു. ഒരു നിരീക്ഷണം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ താരങ്ങൾക്ക് വലിയ സമ്മർദ്ദമുണ്ട്, അത് അവർക്ക് തിരിച്ചടിയായി മാറുന്നു. അവരുടെ പിറകിൽ വലിയ ഒരു ഹിസ്റ്ററി ഉണ്ട്, അതിൻ്റെ സമ്മർദ്ദം താങ്ങാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പെപ് ഗാർഡിയോള പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഒരുപാട് ബ്രസീലിയൻ താരങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അവർ എല്ലാവരും എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബ്രസീലിയൻ ദേശീയ ടീമിൽ കളിക്കുന്ന താരമാണെങ്കിൽ എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയേറെ സമ്മർദ്ദമാണ് ബ്രസീൽ ടീമിൽ അവർ അനുഭവിക്കുന്നത്. ബ്രസീലിന് വലിയ ഒരു ചരിത്രമുണ്ട്, അത് ഈ താരങ്ങളിൽ വളരെ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. മൊറോക്കോയെ പോലെയൊരു വലിയ ടീമിനോട് അവർ സമനില വഴങ്ങി. അതിനുശേഷം ബ്രസീലിയൻ മാധ്യമങ്ങളും മറ്റുള്ളവരും ആ താരങ്ങളെ വിമർശിച്ചത് നോക്കൂ. ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവരെ അടിച്ചോടിക്കണം എന്ന തരത്തിലാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ അവരെ വിമർശിച്ചത്. അതൊക്കെയാണ് ബ്രസീലിയൻ താരങ്ങൾക്ക് തിരിച്ചടിയാകുന്നത്. ഇതാണ് പെപ്പിൻ്റെ ഒരു നിരീക്ഷണം. അതായത് വലിയ ഒരു സമ്മർദ്ദം അവർക്ക് ഏൽക്കേണ്ടി വരുന്നു, അത് അവർക്ക് തിരിച്ചടിയായി മാറുന്നു എന്നാണ് പെപ്പിൻ്റെ ഒരു നിരീക്ഷണമായിക്കൊണ്ട് വരുന്നത്. ഏതായാലും ഹൈപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രകടനം ഇത്തവണത്തെ വേൾഡ് കപ്പിൽ നടത്താൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നോർവേക്കെതിരെയുള്ള മത്സരത്തിൽ കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു സ്ട്രാറ്റജി തന്നെ അമ്പെ പരാജയപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആഞ്ചലോട്ടിക്കാണ് ആ മത്സരത്തിലെ പ്രകടനത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരു അടിമുടി മാറ്റം ടീമിനകത്ത് സംഭവിക്കേണ്ടതുണ്ട് എന്നാണ് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.